റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കുറേ നാളൊക്കെ മുമ്പ് ചെയ്തിരുന്ന കലങ്കാരി ഫാബ്രിക്സ് തന്നെയാണ്. ഇന്ന് ഞാനൊരു മിക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 30s അതുപോലെ 60s കൂടെയുള്ള ഒരു കളക്ഷനാണ്. നോർമലി ചെയ്യുമ്പോൾ 30s മാത്രവും അല്ലെങ്കിൽ 60s മാത്രമാണ് ചെയ്യാറുള്ളത്. ഇത് രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസിന് ചേഞ്ച് ഉണ്ട്. ഓരോ ഡിസൈൻ കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ഓരോന്നിൻ്റെയും പ്രൈസ് അപ്പം തന്നെ പറഞ്ഞേക്കാം കേട്ടോ. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കാണുന്നത് നമ്മളൊരു 30s ആയിട്ടുള്ള ഒരു കലങ്കാരി ഫാബ്രിക്കാണ്. ഇതിനകത്ത് വന്നിട്ടുള്ളതൊരു ചിക്കു ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു ലൈറ്റർ ടോണിലേക്ക് പോയിട്ട് ഗ്രീനും ബ്ലൂവും പിങ്കും കൂടെയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 129 rupees പെർ മീറ്റർ ആണ്. കലങ്കാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരു പരുപരുത്ത കോട്ടൺ തന്നെയാണ്. അതിനകത്ത് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാതെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് കലങ്കാരി എന്ന് പറയുന്നത്. ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ജാലി പാറ്റേണിലാണ്. ഈ കലങ്കാരി എല്ലാം തന്നെ ഒരു ജാലി ടൈപ്പിലാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. ബൂട്ടയൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നതിലൊക്കെ ബൂട്ട കിട്ടാറുള്ളൂ. ഇതെല്ലാം ജാലി പാറ്റേണിലാണ്. ഫ്ലോറൽ പാറ്റേൺ തന്നെ ജാലിയായിട്ട് ഇങ്ങനെ പോകുന്നു. നെക്സ്റ്റ് വൺ കാണുന്നത് 135 rupees പെർ മീറ്റർ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിനകത്തേക്ക് തന്നെ സ്മോക്ക് ഗ്രേ കളറിലുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ. അതിനകത്ത് ബ്ലൂവും കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേ കളറൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. 44 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെയും വിഡ്ത്ത് വന്നിരിക്കുന്നത്. 135 rupees ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രിൻറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പിന്നെയും നമ്മൾ കാണുന്നത് 30s by 30s ആയിട്ടുള്ള കലങ്കാരി തന്നെയാണ്. ഇതിൻ്റെയും പ്രൈസ് 135 rupees പെർ മീറ്റർ ആണ് കേട്ടോ. ഇത് വരുന്നത് ഒരു യെല്ലോ കളറിനകത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, റെഡും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. പേസ്ലി പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻറ്റും കൂടെ ഇതിനകത്ത് പോകുന്നുണ്ട്. നമ്മൾ നോർമലി പറയുന്ന ഈ മാംഗോ പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതെല്ലാം ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ഇതെല്ലാ പ്രിൻറ്റും വരുന്നത്. സ്ക്രീൻ പ്രിൻ്റ് അല്ല. കലങ്കാരി ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഹാൻഡ് ബ്ലോക്ക് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് തന്നെയാണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കലങ്കാരിയാണ്, സ്ക്രീൻ പ്രിൻ്റ് ഒന്നുമല്ല, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ കാണുന്നതെല്ലാം തന്നെ 60s by 60s ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 149 rupees പെർ മീറ്റർ ആണ്. നല്ലൊരു കോമ്പിനേഷനാണ്. പീച്ചും ബ്ലൂവും ഗ്രീനും കൂടെ. ഈ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന ആ കളറിൻ്റെ ഒരു അതിന് മാച്ച് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ളൊരു കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ കാണുന്നതും ഇതേ പ്രൈസിൽ തന്നെ ഒരു കോഫി ബ്രൗൺ കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ പ്രൈസും 149 rupees പെർ മീറ്റർ ആണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുക, ബ്രിക്ക് റെഡ് കളറിനൊക്കെ മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറിലാണ്. പ്രൈസ് 149 rupees തന്നെയാണ് ഇതിൻ്റെയും. ഇതിനകത്തേക്ക് ഒരു മെഹന്തി യെല്ലോ കളറിലുള്ള ഒരു പ്രിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിലുള്ള പ്രിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതും ഒരു കോഫി ബ്രൗൺ അല്ല, ഒരു മെറൂണിഷ് ആയിട്ടുള്ളൊരു റെഡ് കളറിലേക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിനകത്തും നമുക്ക് ഈ കലങ്കാരിയൊക്കെ ആകുമ്പോൾ എപ്പോഴും തന്നെ ഒരു കളർ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇതിനകത്ത് തന്നെ 2-3 കളർ കയറുന്നത് കൊണ്ട് ഒരു ജാലി പാറ്റേണിലാണ് ഡിസൈൻ വരുന്നത്. ഈ പറഞ്ഞ പോലെ മെഹന്തി യെല്ലോ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 149 rupees പെർ മീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നതും ഇതേപോലെ തന്നെ 60s by 60s ആയിട്ടുള്ള കലങ്കാരിയാണ്. 60s എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. ഒരുപാട് പരുപരുത്ത ഒരു കോട്ടൺ അല്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തന്നെ. നമ്മൾ ക്യാമ്പ്രിക്കൊക്കെ ചെയ്യുന്നതും ആ ഒരു ത്രെഡ് കൗണ്ട് 60s ആണ്. സെയിം ത്രെഡ് കൗണ്ട് തന്നെ, പക്ഷേ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് എല്ലാം തന്നെ വരുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. കലങ്കാരിയൊക്കെ എപ്പോഴത്തെയും ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണല്ലോ. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഇതേപോലെ തന്നെ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇത് വരുന്നതും ആ ഒരു പാറ്റേണിൽ തന്നെ 149 rupees പെർ മീറ്റർ ആണ്. സ്മോക്ക് ഗ്രേയും ബ്ലൂവും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഈ ഒരു ഒലിവ് ഗ്രീൻ കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനിലേക്കാണ് പോകുന്നത്. അതിനോട് തന്നെ പീച്ചും ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്.
എല്ലാം തന്നെ ക്ലോസ് വ്യൂയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു മെറൂണിഷ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറയാം. കുറച്ച് വലിയ ഒരു പ്രിൻറ്റ് തന്നെ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രിൻറ്റ് കുറച്ചും കൂടി മുമ്പ് നമ്മൾ കണ്ടിരുന്നു. ഇതിനകത്തും ആ ഒരു മെഹന്തി യെല്ലോയും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് കലങ്കാരി എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്യാമ്പ്രിക്കൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആയതുകൊണ്ട് എന്താ പറയുന്നത്, കുറച്ചും കൂടെ വാട്ടർ ഇങ്ങനെ അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്യണതൊന്നും അബ്സോർബ് ചെയ്യില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല, വളരെയധികം വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയല്ല, അല്ലാത്തത് തന്നെ. ഇപ്പോൾ ഈ എന്താ പറയുക, ഡ്രസ്സ് പോലത്തെ കുർത്തികളൊക്കെ ചെയ്ത് വെയർ ചെയ്യാം. ഇപ്പോൾ ജെൻസിനും കുറേ പേരൊക്കെ ഈ കലങ്കാരി ഫാബ്രിക് വെച്ച് ഷർട്ട് ചെയ്യുന്നതൊക്കെ കാണാനുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 149 ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, സ്മോക്ക് ഗ്രേഡ് ഒരു ലൈറ്റ് ടോണാണ്. ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഡിൻ്റെ ഒരു വേറൊരു ടോണും കൂടെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പ്രൈസ് 149 റുപ്പീസ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും റെഡും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ചിക്കു കളർ ഉണ്ട് ഇതിനകത്ത്. ഇത് വരുമ്പോഴായാലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരുപാട് മങ്ങിയ ഒരു കോട്ടൺ അല്ല, മങ്ങിയ ഒരു കലങ്കാരി അല്ല, കുറച്ച് കളർ തോന്നിക്കുന്ന പോലത്തെ കലങ്കാരി. 60s by 60s തന്നെയാണ്. ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. 149 തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നതും നമുക്കൊരു ഒരുപാട് ഡെപ്ത് ആയിട്ടുള്ള ബ്രൗൺ അല്ലെങ്കിലും ലൈറ്റ് ടോൺ ആയിട്ടുള്ളൊരു ബ്രൗൺ കളറിനകത്തേക്ക് തന്നെ ബ്ലൂവും മെഹന്തി യെല്ലോ കളറും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതും വരുന്നത്. ജാലി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പാറ്റേൺ. ഒന്നും നമ്മളിപ്പോൾ കണ്ടതൊന്നും തന്നെ ബൂട്ട പോലെ പോയിട്ടില്ല, എല്ലാം ഒരു ജാലി പാറ്റേണിലാണ് പോകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതും ഒരു എന്താ പറയുക, റെഡ് തന്നെയാണ്. റെഡും ബ്ലൂവും യെല്ലോയും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലേക്കാണ് ഇത് വരുന്നത്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാം തന്നെ ജാലി പാറ്റേണിലാണ്. 149 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. പിന്നെയും വന്നിട്ടുള്ളത് റെഡ് കോമ്പിനേഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഈ ഫിഗർ പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ വേളി പ്രിൻ്റ് എന്ന് പറയില്ലേ, ആ ഒരു പ്രിൻറ്റിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഇത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. 149 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ്. ഇത് 60s ആണെങ്കിലും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ കാണുന്നതും ഒരു മാംഗോ പ്രിൻറ്റിൻ്റെ ഒരു ഡിസൈനിലാണ്. ഇതായാലും ആ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലെ പേസ്ലി പോകുന്നുണ്ട്. പേസ്ലിയുടെ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെയും ഡിസൈൻ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഡിസൈൻ തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. എല്ലാ ഫാബ്രിക്കിനും നമ്മൾ കാണിക്കുന്ന പോലെ അകവും പുറവും ഉണ്ട്. രണ്ട് സൈഡിലും ഇതിൻ്റെ നല്ല ഭാഗത്താണല്ലോ എപ്പോഴും പ്രിൻറ്റ് വരുന്നത്. ഇനി വരുന്നത് ഗ്രീനാണ്. ഗ്രീനും പീച്ചും ബ്ലൂവും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് 149 ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നതും കുറച്ച് വലിയൊരു ഫ്ലവർ തന്നെ, റെഡും യെല്ലോയും ഒക്കെ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. 149 റുപ്പീസ് തന്നെ. ഇതെല്ലാം 60s ആണ്. ആദ്യം കണ്ട 2-3 ഡിസൈൻ മാത്രമാണ് 30s ആയിട്ടുള്ള കോട്ടൺ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് വരുന്നത് കുറച്ചും കൂടെ കളറ് റെഡ് തന്നെ, കുറച്ചും കൂടെ എന്താ പറയുക, ബ്ലൂ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വേൾഡ് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ ചിക്കുവിനകത്തേക്ക് ഒരു കോഫി ബ്രൗൺ കളറും അതുപോലെ തന്നെ യെല്ലോ കളറൊക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഒരു ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. എല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ കാണുന്നതും ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേ കളറിൻ്റെ ഡാർക്കും അതുപോലെ തന്നെ സ്മോക്ക് ഗ്രേയുടെ ഡാർക്കും യെല്ലോയും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്, ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെയും നമ്മൾ കാണുന്നത് പേസ്ലിയാണ്. പേസ്ലി പ്രിൻറ്റും റെഡും യെല്ലോയും ഒക്കെ കൂടെ വന്നിട്ടുള്ളൊരു പാറ്റേണിലാണ്. ഇത് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് 149 ആണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ ആദ്യം കണ്ടിരുന്നു, ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലത്തെ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ഉണ്ടായിരുന്നു. ഇത് അതേ ആ പാറ്റേണിൽ തന്നെ കുറച്ചും കൂടി റെഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം 60s by 60s ആണ് കേട്ടോ. ആദ്യം കണ്ട 2-3 എണ്ണം മാത്രമാണ് 30s ആയിട്ടുള്ള കോട്ടണായി വന്നിരുന്നത്. ഇത് വന്നിട്ടുള്ളതൊരു യെല്ലോ ടോണിലാണ്. യെല്ലോയും ബ്ലൂവും പീച്ചും കൂടെ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ്. 149 റുപ്പീസ് തന്നെയാണ്. 60s by 60s ആയിട്ടുള്ള
പ്യുവർ കലങ്കാരി കോട്ടൺ ആണ്. നമ്മൾ ഇന്ന് കണ്ടത് കലങ്കാരിയിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പ്രൈസ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. 2-3 പ്രൈസിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോനകത്ത് വന്നിരുന്നത്. ഓരോ ഡിസൈൻ്റെയും പ്രൈസ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. 30s by 30s അതുപോലെ തന്നെ 60s by 60s ആയിട്ടുള്ള പ്യുവർ കലങ്കാരി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഓരോന്നിൻ്റെയും പ്രൈസ് ആ ഡിസൈൻ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവരും 8891060225 ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.